ഒരിക്കൽ പോലും NCCയുടെ ഭാഗമായില്ല. NCCയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരിക്കൽ പോലും ആ യൂണിഫോം ധരിക്കാൻ സാധിച്ചില്ല. കാക്കി യൂണിഫോമും പച്ച തൊപ്പി ചരിച്ചു വെച്ച് തൊപ്പിയും ധരിക്കാൻ സാധിച്ചില്ല. ബൂട്ടണിയാൻ സാധിച്ചില്ല. അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ NCCയുടെ ഭാഗമായ കേഡറ്റുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള തങ്ങളുടെ ഒരു കാലത്ത് തങ്ങൾക്കൊപ്പം പരേഡ് ചവിട്ടേണ്ടിയിരുന്ന മിഥുൻ എന്ന് പറയുന്ന ആ ഭാവിയിൽ കേഡറ്റാവേണ്ടിയിരുന്ന ആ വിദ്യാർത്ഥിക്ക് അവസാന സല്യൂട്ട് നൽകാൻ പോവുകയാണ്. അവൻ്റെ യാത്രാമൊഴി അവൻ ഒരിക്കൽ പോലും ഒരു സല്യൂട്ട് നൽകിയിട്ടില്ല. പക്ഷേ നേരത്തെ 7 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സല്യൂട്ട് ഏറ്റുവാങ്ങി. അവിടുത്തെ മറ്റ് ജെസിയോസിൻ്റെ അടക്കമുള്ള സല്യൂട്ട് ഏറ്റുവാങ്ങി. അതിനുശേഷം തനിക്കൊപ്പം ഒരു കാലത്ത് ഈ ഭാവിയിൽ പരേഡ് നടത്തേണ്ടിയിരുന്ന സല്യൂട്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നു. NCCയുടെ അവസാന യാത്രാമൊഴി ലാസ്റ്റ് സല്യൂട്ട് നൽകിയിരിക്കുന്നു. NCC കേഡറ്റുകൾ തിരിച്ച് സല്യൂട്ട് നൽകി ആ കേഡറ്റുകൾ മടങ്ങുകയാണ്. അവർക്കൊപ്പം ഉണ്ടാവേണ്ടിയിരുന്ന ഒരാളായിരുന്നു മിഥുൻ. പക്ഷേ ഇല്ല, ഒരിക്കൽ പോലും അവന് യൂണിഫോം ധരിക്കാൻ NCCയുടെ യൂണിഫോം ധരിക്കാൻ സാധിച്ചില്ല. ആ ബെൽറ്റ് ധരിക്കാൻ സാധിച്ചിട്ടില്ല. ആ പച്ചത്തൊപ്പി ചരിച്ചു വെക്കാൻ തലയിലേക്ക് ധരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവന് അവസാനമായി കമാൻഡിംഗ് ഓഫീസറുടെ അടക്കമുള്ള ആൾക്കാരുടെ സല്യൂട്ട് സ്വീകരിച്ച് ഇവിടുത്തെ ഭാവിയിൽ അവൻ്റെ സഹ കേഡറ്റുകളാകേണ്ടിയിരുന്ന ആൾക്കാരുടെ സല്യൂട്ട് സ്വീകരിച്ച് അവൻ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം 12:45 ഇവിടെ നിന്ന് ഭൗതിക ശരീരം എടുത്ത് സ്വന്തം വീട്ടിലേക്ക് അവൻ ഓടിക്കളിച്ച അവൻ പിച്ച വെച്ച് വീണ അവൻ പിറന്ന് വീണ ആ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. മണ്ണിലേക്ക് മടങ്ങാൻ പോവുകയാണ് മിഥുൻ എന്ന വിദ്യാർത്ഥി. ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ച, NCC ഏറെ സ്നേഹിച്ച, വോളിബോളിനെ ഏറെ സ്നേഹിച്ച, പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ആ വിദ്യാർത്ഥി മണ്ണിലേക്ക് മടങ്ങാൻ പോവുകയാണ്. കണ്ണീരോടെ അല്ലാതെ ആ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. അവൻ്റെ റൂബി ടീച്ചർ അവരോട് എന്തൊക്കെയോ ചുണ്ടുകൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, വിതുമ്പുന്നുണ്ടായിരുന്നു. ഒരു മകനോടെന്ന പോലെ അവർ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ശബ്ദം പുറത്തേക്ക് വരാത്ത ഒരു നിസ്ഥിതി വിശേഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ആ റൂബി ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. മറ്റധ്യാപകരോടെല്ലാം തന്നെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ടീച്ചർ ഉൾപ്പെടെ അധ്യാപകരെ ആ ദൃശ്യങ്ങളുടെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. NCC കേഡറ്റുകൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. യാന്ത്രികമായി എല്ലാം സംഭവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, വലിയ നമുക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖമുണ്ടാകുമ്പോൾ, ആഘാതമുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് മുന്നിൽ തെളിയുന്നതെല്ലാം യാന്ത്രികമായി കടന്നു പോവുകയാണല്ലോ ചെയ്യുക. അതുപോലെ വളരെ യാന്ത്രികമായി ഒരു ജനക്കൂട്ടം, അതേസമയം വൈകാരികമായി സങ്കടപ്പെട്ട് ഒരേ സമയം 2 തലത്തിൽ ആളുകൾ ജനക്കൂട്ടം കടന്നു പോവുകയാണ്. സ്റ്റെഫിൻ കൂടി നമുക്ക് പോകുന്നുണ്ട്. സ്റ്റെഫിൻ, അത്യന്തം ദുഃഖകരമായ അവസ്ഥയിലൂടെ, ഇതേ മാനസികാവസ്ഥയിൽ നമ്മൾ പല ദുരന്തത്തിനു മുമ്പിലും വിറങ്ങലിച്ചു നിന്നിട്ടുണ്ട്. അത്തരം ഒരു ദുരന്തം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് മിഥുൻ്റെ വിയോഗം. അതൊരു സിസ്റ്റത്തിൻ്റെ പിഴവാണ്, സിസ്റ്റം ശരിയല്ല എന്ന് നാടാകെ പറയുന്ന ദുസ്ഥിതിയാണ്. അദ്ദേഹം എപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും? രതീഷ്, ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഈ സ്കൂളിൽ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഏതാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മൃതദേഹം കണ്ടു കഴിഞ്ഞു. ഇനി ഏതായാലും അവനെ അവസാനമായി ഒരു യാത്ര അയക്കുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ അധ്യാപകരും അതോടൊപ്പം തന്നെ അവൻ്റെ പ്രിയപ്പെട്ടവരുമെല്ലാമാണ്. അവരെല്ലാം തന്നെ വലിയ ദുഃഖത്തോടു കൂടി ഇവിടെ അവൻ്റെ മൃതദേഹം കണ്ട് അത് മനസ്സിലടക്കാനാകാത്ത വിഷമവുമായി നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്.